ഞാൻ ഇന്നലെ കിടന്നുറങ്ങുമ്പോഴേ സ്വപ്നം കണ്ടു നിന്നെ. വിചാരിച്ച വണ്ടി കിട്ടിയില്ല, അതുകൊണ്ടാ വൈകിയേ. എന്താ? വാട്ട് യു വാണ്ട്? ആരാ? ഹു ആർ യു? എന്റെ ഏട്ടനാണ് സർ. സൈലൻസ്. ഏട്ടനോ? പരീക്ഷ ഹാളിലെ ഏട്ടൻ? ഇപ്പൊ വേണമെങ്കിൽ തന്നെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ പറ്റും. ഇയാളെ പോലീസിൽ ഏൽപ്പിക്കാം. അതിന് ഞാൻ കള്ളനെ പിടിച്ചു പറിക്കാറൊന്നും അല്ല സാറേ. ഇവരെ ഒന്ന് കണ്ടിട്ട് പോകാന്നിട്ട് വന്നതാ. താമസിക്കുന്നിടത്ത് ചെന്നപ്പോ പരീക്ഷക്ക് ഇങ്ങോട്ട് പോന്നു പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നേ. കണ്ടിട്ട് എനിക്ക് സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങോട്ട് എത്തണേ. അവിടെ പാടത്ത് പണിക്കാറുള്ളതാ. കാണലൊക്കെ പരീക്ഷ ഹാളിലെ പുറത്ത്. നിങ്ങൾ പോണം. അപ്പൊ നീ എന്നാ വരിക? താൻ പോണുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യണോ? ഏട്ടൻ ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോ, ഞാൻ ഉച്ചയ്ക്ക് വരാം. എന്നിട്ട് പോവാല്ലേ? നിങ്ങളോട് പൂവായി പൂവായി. ആ എനിക്ക് വയ്യ ഇത് ഈ പരത്തല്. എന്നാ എടുത്ത് പപ്പടം കാച്ച്, ഞാൻ ഉണ്ടാക്കാം. ഓരോരുത്തര് പട്ടണത്തിൽ നിന്ന് പഠിക്കുന്ന ഓരോ സ്വഭാവങ്ങള്. എനിക്ക് ഉണക്കദോശ കണ്ടൂടാ. എനിക്കും അതെ. വിജയേട്ടന് രാത്രി ഇതാണ് ഇഷ്ടം എന്ന് നിന്നോട് പറഞ്ഞോ? പറയണേ എന്തിനാ? എല്ലാ കാര്യങ്ങളും ആളുകൾ പറഞ്ഞിട്ടാ മനസ്സിലാക്കണേ. മതിയടി കളിച്ചത്. ആരെങ്കിലും കണ്ടാ നാണക്കേട്. പ്രായായൊരു പ്രായത് എന്റെ കുറ്റം. എന്റെ വീട്ടുമുറ്റത്തല്ലേ ഞാൻ കളിക്കണേ. ഈ അച്ഛമ്മയുടെ ഒരു കുശുമ്പ്. അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉള്ളപ്പോ എന്റെ കൂടി കളിക്കുന്നതോ? അമ്മേ, കുഞ്ഞമ്മാമ എന്തിയെ? ആവോ, കുറച്ചു മുമ്പ് ഇവിടെ ഇരിക്കണ കണ്ടു. എന്തേ? വെളിച്ചെണ്ണ തീർന്നു, ഇത്തിരി വെളിച്ചെണ്ണ വാങ്ങാൻ. ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ ഒരു ചെലവ്. എല്ലാരും കുടിക്കാന്നാ തോന്നണേ. വെറുതെയാണോ രാഘവൻ ചീത്ത പറയണേ? അച്ഛമ്മേ, ചെറിയച്ഛൻ. എടാ ഉണ്ടുണ്ണി, നീ ഉരുണ്ടുരുണ്ട് വരികയാണല്ലോ. അതിനെപ്പോഴും വിശപ്പല്ലേ അവന്? അതെയാ മോനൊരു ഉമ്മതാ ചെറിയച്ഛന്. മിടുക്കൻ. ഇവളെന്താ ഒന്നും മിണ്ടാത്തത്? എന്തേടി? ചെറിയച്ഛനെ എടുത്തില്ലല്ലോ. ഓ അയ്യോ, അതിന് നീ മുട്ടം പെണ്ണായി പോയില്ലേ? ഏട്ടൻ ഇവനൊന്ന് പിടിച്ചേ. വലിയ എന്റെ അടുത്ത് വരൂട്ടോ നീ. ആ മോൻ പോണ്ടട്ടാ, പടി. എന്താ വിജയ? മതിയടി, ഇനി താഴെ ഇറങ്ങ്. സാരല്ലേ എടുത്തി. ഇവളിപ്പോഴും കുട്ടികളുടെ കൂടെ കളിച്ച് നടക്കല്ലേ? ഓ, ഈ പറയണാളൊരു മുത്തശ്ശൻ. എന്നാലും ഒരു കത്തയക്കാൻ അവിടെ ഇല്ലെങ്കിലും കവറും ഒന്നും കിട്ടില്ലേടാ. പരീക്ഷയുടെ ചൂട് തലേ കയറി ഇരിക്കുമ്പോഴാണോ അമ്മേ കത്ത്? കുടുംബത്തിരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണ്ടേ? ഇനി ഇപ്പൊ കുടുംബത്ത് തന്നെ ഇരിക്കാൻ പോവല്ലേ? ഇവിടെ ഒരാള് പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയതാ. എന്നാ പറഞ്ഞ സമയത്തിന് തിരിച്ചെത്തണ്ടേ? കുടുംബം വിട്ടാ പിന്നെ ആർക്കും ആ വിചാരം ഇല്ല. മതി, നിർത്ത്. കുടുംബത്തിന്റെ വിചാരം എന്താണല്ലോ 10 രൂപ കൊല്ലായിട്ട് കഴുതിയെ പോലെ ഭാരം വലിക്കണേ. വായി നല്ലൊന്നും കേൾക്കണ്ട. പോട്ടടാ, പറഞ്ഞു പറഞ്ഞു ഇനി അത് മതി 2 ദിവസത്തേക്ക്. ഞാനൊന്നും മിണ്ടണില്ല. മിണ്ടിയ കുറ്റം. കൽപ്പിക്കാൻ നിൽക്കാണ്ട് കുഞ്ഞമാമയ്ക്ക് തന്നെ അതങ്ങോട്ട് ചെയ്തൂടെ? വേണ്ട കുഞ്ഞമാമ, ഞാൻ എടുത്തു വെച്ചോളാം. മോൻ താഴെ ഇറങ്ങി നിന്നാ ചെറിയച്ഛൻ ഇത് തുറന്നൊരു കൂട്ടം എടുത്തുതരാം. എന്താ ചെറിയച്ഛ? വാ കാണിച്ചുതരാം. അമ്മേ, തിന്നാനെന്താ ഉള്ളേ? ഏതാണ്ടൊക്കെ വറുക്കുക പൊരിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാടി? ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്. വിളിച്ചു വന്നാട്ടെ. തീറ്റ കഴിഞ്ഞിട്ട് കുളി, അതാണ് പുതിയ ചിട്ട. ഒന്ന് സഹായിക്കടി. ഇതൂടെ. അപ്പളേ നമ്മള് പോട്ടെ. റേഷൻ പൊടിയിൽ നിൽക്കുമ്പോൾ ആ ഏട്ടന് അനുസരണം കൂടി വന്നിറങ്ങണത്. അരി കൊടുത്തിട്ട് വേണം അത്തായത്തിന്. എന്താ അത് കായ? അതങ്ങടെ കയ്യിൽ വെച്ചോടി. അതല്ല, ഇതിരിക്കട്ടെ. ഞമ്മക്കൊരു കേസ് ഉണ്ടാവുമ്പോ ബാധിക്കാനുള്ള ആളാ. അപ്പോ ബക്കി ഫീസ് കുറച്ചാ മതി ഈ കാര്യം. എന്തേ കുഞ്ഞനായരെ? വാസ്തവം. ആ, ഈശ്വരൻ അനുഗ്രഹിച്ചാ മതി. ഒക്കെ പഠിച്ചോൻ തരുന്നേ. അങ്ങനെ രാജകുമാരി നോക്കുമ്പോ ഒരു വലിയ സർപ്പം ഇങ്ങനെ തലയിലൊരു മാണിക്കക്കല്ലൊക്കെ വെച്ച് അങ്ങനെ മതി എഴുന്നത് കഥ പറയും. എഴഞ്ഞത് മതിയെങ്കിൽ മതി, കഥ തീർന്നു.
പറയ് ചെറിയച്ച, രാജകുമാരി അപ്പോഴെന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. പകുതി വഴി എത്തിയപ്പോഴേക്കും പാമ്പ് എഴുച്ചിൽ നിർത്തിയില്ലേ, പിന്നെ രാജകുമാരിക്ക് എന്താ? എന്നാ വേറെ കഥ പറ കൊരങ്ങച്ചന്റെ. വേണ്ട, ഈ കഥ പറഞ്ഞാ മതി. പറയ് ചെറിയച്ച. നീ ചെറിയച്ഛൻ കിടന്ന് ഉറങ്ങട്ടെ മോളെ. നേരെ എന്തായെന്നറിയോ? വേണ്ട, കഥ പറയാൻ പറയച്ച. കഥ പറയാൻ ഇവള് സമ്മതിക്കണില്ല കേട്ടോ. ഏട്ടാ, പാമ്പ് പകുതി വഴി കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറയാ ഇനി എഴേണ്ടാന്ന്. പാമ്പ് എഴിഞ്ഞ് എത്തിയാലല്ലേ രാജകുമാരിയെ കടിക്കാൻ പറ്റൂ. ഞാൻ പണ്ടാരെ എഴുതട്ടെ. ആ, അങ്ങനെ നീ പാമ്പ് എഴിഞ്ഞ് വരട്ടടി. നീ കിടന്ന് ഉറങ്ങി വിജയ. പാമ്പളെ കിടക്കാം. എനിക്ക് കഥ കേൾക്കണം. ഏട്ടൻ കിടന്നോ, ഇവരെന്റെ കൂടെ കിടന്നോളൂ. അവനെ മൂത്രം ഒഴിപ്പിച്ചിട്ട് കിടത്തണം കേട്ടോ, ഇല്ലെങ്കിൽ അവൻ കിടന്നുള്ളൂ. ഓടാ മുള്ളുവോ? ഇല്ല. ആ, മുള്ളിയാ നിന്റെ ശുന്നായി ഞാൻ പൊട്ടിക്കും. ഞാൻ മുള്ളില്ല. എന്നാ ഞാൻ കിടന്നോട്ടെ, നാളെ കാലത്ത് ഒഴിവ് ഇറങ്ങണ്ടതാ. എന്നാ പറയേ. ഇങ്ങനൊരു മടിയൻ പാമ്പ്. വേറെ എത്തട്ടെ അസത്ത്. വേഗം എഴിഞ്ഞ് എത്തണ്ടേ? അങ്ങനെ എഴിഞ്ഞ് മോളിങ്ങോടെ എഴിഞ്ഞേ. പിള്ളേരെ വിളിച്ച് കിടത്തണേ കിടത്ത്. അവര് വിജയന്റെ കൂടെ കിടന്നോളും. നിന്റെ മുഖത്തെന്താ കടന്നലൂത്തിയോ? ഇങ്ങനെ എന്ത് ചെയ്യാം, എന്റെ മുഖം അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒന്ന് ചിരിക്കടി. വേണ്ട, ചിരിയൊക്കെ നിർത്തി. അത് കഷ്ടായി പോയല്ലോ. നീ ചിരിക്കണ ഭംഗിക്കണ്ട്. കളിയാക്കണ്ട മനുഷ്യരെ. ഇവിടെ കിടക്കാൻ സ്ഥലമുണ്ട്. വേണ്ട. എന്നാലും അങ്ങനെയല്ലല്ലോ. ഞാൻ എന്തെങ്കിലും ചുണ്ടി പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? നീ ക്ഷമിച്ചില്ല പിന്നെ ആരാടി എന്നോട് ക്ഷമിക്കുക? എനിക്കറിയാം, ഞാൻ വേണ്ടതിനും വേണ്ടാത്തിനും ഒക്കെ നിന്നെ ചീത്ത പറയണ്ട്. ഒന്ന് ഉള്ളി തട്ടി പറയണതല്ലേ. എന്ത് ചെയ്യാൻ, ഞാനിങ്ങനെ ഒരു മുരപ്പനായിപ്പോയി. നിനക്ക് വിഷമായെങ്കിൽ ഞാൻ വേണമെങ്കിൽ മരുതൻ. ഇന്ന് മക്കളുടെ ശല്യമില്ല. ലൈറ്റ് കെടുത്തട്ടെ. കെടുത്തില്ലേലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. ഇവറ്റോടൊക്കെ അധ്വാനിച്ചു കൊടുക്കണം. എന്നെ വേണം അടിക്കാൻ. കുഞ്ഞമ്മാ എന്തിയമ്മേ? എന്താടാ? കണ്ടത്തിൽ വെള്ളം തിരിച്ചിട്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ തുള്ളി വെള്ളമില്ല. ഇന്ന് വിശേഷമായി പുട്ടും കടലയും പപ്പടവും. കുഞ്ഞമ്മാവാ, പാടത്ത് വെള്ളം തിരിച്ചോ? എന്താ കുന്തം ഉഴണ്ടതാണ്. പാടത്ത് വെള്ളം തിരിച്ചിടണമെന്ന് പറഞ്ഞിരുന്നു ഞാന്. എവിടെ? നെഞ്ചത്ത്. പാടത്ത് വെള്ളം തിരിച്ചോന്ന്. വെള്ള അല്ല പനം. കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ ചെവിയില്ല. ചെവി അടഞ്ഞു പോയിട്ടാടാ. തല കറങ്ങിയിട്ട് ചെവിക്കൊരടപ്പും മേലാകൊരു വേദനയും ഒരു പനിക്കോളൂ. വായടഞ്ഞു പോയിട്ടില്ലല്ലോ, അതെന്റെ മഹാഭാഗ്യം. രാശനാഥി ഇരിപ്പുണ്ടോ അപ്പോളെ? നെറുകയിലൊന്ന് തിരുമാൻ. തോറ്റു ഞാൻ. എന്തിനാടാ ആ പാവത്തിനെ ഇങ്ങനെ ചീത്ത പറയണേ? മകയിലാണെങ്കിലും അമ്മാവൻ തന്നെയല്ലേ. ചെറുപ്പത്തിലേ അവൻ ഇങ്ങനെയാ, മേലനങ്ങില്ല. അവനും അതെ, അവന്റെ അച്ഛനും അതെ. അതുകൊണ്ടല്ലേ മുടിഞ്ഞു പോയത്. കെട്ടിയ പെണ്ണുമേലെ ഇട്ടിട്ട് പോയില്ലേ? ആകെ കിട്ടിയത് വിറ്റ് നമുക്ക് തന്നുകൊണ്ട് 3 നേരം ഉണ്ട് കഴിഞ്ഞു. ഇല്ലെങ്കിലോ മോളെയും പിടിച്ച് തെരുവിലിറങ്ങി തെണ്ടടി വന്നേനെ. ഒന്നും മിണ്ടാണ്ടിരിക്കടാ, ആ പെണ്ണ് കേക്കണ്ട. അവൾ ഇവിടെ വേലക്കാരിയെ പോലെയാ പണിയെടുക്കണേ. അതാലോചിച്ചിട്ടാ ഞാനൊന്നും പറയാത്തെ. വേണ്ട വേണ്ടാന്ന് വെച്ചാലും ഇന്ന പ്രാന്ത് പിടിപ്പിച്ച് ഓരോന്ന് പറയിപ്പിക്കും. തട്ടി വീഴരുത്. കണ്ടുണി, നിന്നെ ചെറിയച്ഛൻ പാടത്തേക്ക് അറിയട്ടെ. വേണ്ട. അച്ഛനെന്താ ചെയ്താ? അച്ഛൻ അവിടെ. എന്തിനാടാ വെയിലുള്ള നിങ്ങടെ പോന്നേ? അമ്മാമ വന്നിട്ടുണ്ട്. ഏതമ്മാവ? നമ്മുടെ ഗോവിന്ദമാമേ. എന്തിനാണോ നിങ്ങടെ എന്നല്ലേ? നീ വയ്ക്കോ, ഞാൻ ഈ കണ്ട അങ്ങടെ ഉഴുതു മുട്ടിച്ചിട്ട് വന്നേക്കാം. ഒരു 2 കാലം ഞാൻ പിടിക്കാം. ഓ വേണ്ട വേണ്ട, കാലിൽ വല്ല മുള്ളോ കല്ലോ കൊള്ളൂടാ. മുള്ളൊന്നും കൊള്ളില്ല എന്റെ ഏട്ടാ. മക്കളത് പിടിച്ചേ.
ഓടിയേ നടക്കാനല്ലേ പറഞ്ഞോളൂ. നിക്കൂ. പറഞ്ഞാലും കേൾക്കില്ല. പരിചയമില്ലാണ്ട് ചെളിയിൽ ചവിട്ടി നടന്നാലും കാല് വേദനിക്കൂടാ. സാരല്ലേ ഏട്ടാ. ഹൈ, ഒന്ന് അനങ്ങി നടക്കണ്ടേ മൂരിയെ. എന്റെ തോന്നലൊന്നുമല്ല, അല്ലെങ്കിൽ പാടത്തുനിന്ന് വരാൻ അത്ര നേരമൊന്നും വേണ്ട. എന്നോട് ഇത്തിരി സ്നേഹവും ബഹുമാനം ഉണ്ടെങ്കിലല്ലേ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഓടി വരണ്ടുള്ളൂ. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാം എനിക്കറിയാം. കുഞ്ഞനായർക്കുള്ള സ്ഥാനം എനിക്കിവിടെ ഇല്ല. പറയുമ്പോ മുള്ളിപ്പ തെറിച്ച ബന്ധേ അവനുള്ളൂ. എന്നാലും അവന് ഇവിടുത്തെ ഞാൻ അന്യൻ. കുടുംബം വിറ്റ് കിട്ടിയ പണം എന്തോ തന്നു എന്നൊക്കെ പറയണം. അതുകൊണ്ടൊക്കെ രക്തബന്ധം ഉണ്ടാവൂ. അന്ന് ആ പണം കിട്ടിയത് കൊണ്ടാ ഈ കുടുംബം അന്യാധീനപ്പെട്ടു പോവാണ്ടിരുന്നത്. ഏട്ടൻ അറിയാലോ, ജപ്തി ചെയ്യാൻ കടലാസ് പതിപ്പിച്ചതായി ചെമറില്. അന്ന് ഞാനും എന്റെ മോനും ഏട്ടന്റെ കാല് പിടിച്ചതാ. ഞാൻ ഉണ്ടായിട്ടും തരാണ്ടിരുന്നു എന്നാ നിങ്ങളുടെ വിചാരം. പുറമേന്ന് നോക്കുമ്പോ തോന്നും ഗോയിനാർക്ക് പണം പൂത്ത് കെട്ടിരിപ്പാണ്. ഒന്നുമല്ല, എന്റെ കാര്യം എനിക്കറിയാം. അപ്പോ കുഞ്ഞനായർ പണം തന്നത് സ്നേഹം കൊണ്ടാന്നാ കരുതിയേക്കണേ? അല്ല, പണിയെടുക്കാണ്ട് ജീവിക്കാലോ അച്ഛനും മോക്കും. 10-15 കൊല്ലമായിട്ടൊരു കാര്യം അന്വേഷിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അവറ്റയ്ക്ക് ലാഭം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കോ നിന്റെ മോനോ ഇല്ല. ഇവിടെ വാടാ. ആ, നാളെ കോടതിയിൽ നിൽക്കേണ്ടവനാ. കുട്ടികളുടെ കൂടെ ആ കളി. അവർക്ക് അവനെ ജീവനാ. എന്നെ വേണ്ട, ഒരു നിമിഷം അവന് സ്വൈര്യം കൊടുക്കില്ല. തള്ളി കഞ്ഞി വെള്ളായും കുറച്ചും കൂടെ എടുത്തോളൂ. വല്യമാമ ഇങ്ങടായിട്ട് വന്നതാണോ അതോ വേറെ വല്ലടിക്കും പോണ വഴിക്കോ? എന്താ, എനിക്ക് ഇങ്ങോട്ട് മാത്രമായിട്ട് വന്നൂടെ? അല്ല, അതല്ല, പതിവില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനിങ്ങോട്ട് എന്തിനാ എപ്പോഴും വരണത്? നിങ്ങളാരും അങ്ങോട്ട് വരണില്ല, പിന്നെ ഞാനായിട്ട് എന്തിനാ വരണേ? എനിക്ക് ഇവിടെ നിന്ന് തിരിയാൻ നേരില്ലേ. ഇവർക്കും സുതയ്ക്കും വിജയനും വന്നാൽ എന്താ? കുടുംബത്തും കാര്യങ്ങളില്ലേ ഏട്ടാ? അതിന് മാനതില്ലേ? പിന്നെ അടുക്കള പണിക്കാണെങ്കിൽ കുഞ്ഞനാരുടെ മോളുണ്ടല്ലോ. ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല. ആരായാലും എനിക്കൊരു വിരോധമില്ല. എത്ര മുറിച്ചാലും മുറിയാത്ത ആ രക്തബന്ധം, അത് മനസ്സിലാക്കിയാൽ മതി. വിജയം പഠിപ്പ് കഴിഞ്ഞ് വന്നു എന്നറിഞ്ഞ മുതലേ വരണം മരണം എന്റെ ഉള്ളിൽ തോന്നിയത് ആ രക്തബന്ധത്തിന്റെ ശക്തിയാണ്. പഠിപ്പ് കഴിയണതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ വിജയനും രാഘവനും രക്തബന്ധവും അല്ലേ? കുഴിച്ചിട്ടതൊന്നും മാന്തി നോക്കാനല്ല ഞാൻ വന്നത്. അവിടെ വീട്ടിലെ രാജീവനൊരു ആലോചന വന്നിട്ടുണ്ട്. ആലത്തൂര് മാണിക്കോത്തുന്ന സ്ഥല കുടുംബ വേണ്ട സ്വത്തുണ്ട്. പെൺകുട്ടിയും കാഴ്ചക്ക് തിരക്കേടില്ല. കുട്ടിയുടെ ആങ്ങളെ ഒരാളെ ഇയമീര നല്ല നിലയാ. നമ്മുടെ പ്രിയെ അയാൾക്കും നോക്കാന്നാ പറയണേ. പാത്ത കല്യാണേ രാജീവന്റെയും പ്രിയയുടെയും കാര്യങ്ങളെ ഒരുമിച്ച് കഴിയൂലോ. ഓഹോ, നിശ്ചയിച്ചോ? നിശ്ചയിച്ചില്ല, അങ്ങനെ ഒരു ആലോചന വന്നിട്ടേ ഉള്ളൂ. ഞാൻ ആലോചിച്ചപ്പോ ഇവിടെ ഉണ്ടല്ലോ കല്യാണപ്രായമായ രണ്ടാളെ. സുധയും വിജയനും പ്രിയയും തമ്മില് നല്ല ചർച്ചയും തോന്നി. പുറത്തുനിന്നൊരു ബന്ധത്തിലും നല്ലതല്ലേ നമ്മുടെ കുടുംബം തന്നെ ഉണ്ടാവണത്. എന്താ നിന്റെ അഭിപ്രായം? മാറ്റക്കല്യാണം എനിക്ക് വലിയ താല്പര്യമില്ല. മാറ്റക്കല്യാണം വരുന്ന എനിക്കും നിർബന്ധമൊന്നുമില്ല. വിജയനും പ്രിയയും തമ്മില് നല്ല പൊരുത്താ. ജാതകവും ഞാൻ നോക്കി. ഓ, ജാതകവും നോക്കിയോ? പിന്നെ ഒരു ആലോചന ഉണ്ടാവുമ്പോ അത് നോക്കാണ്ട് പറ്റുമോ? നമ്മുടെ കുടുംബങ്ങൾ തമ്മില് അറ്റുപോയ കണ്ണി വിളക്കി ചെറുക്കും ചെയ്യാലോ. അതിനിപ്പോ ഒരു കല്യാണം തന്നെ വേണമെന്നില്ലല്ലോ വല്യമാമേ. ആലത്തൂര് മാണിക്കോത്തുകാര് കുടുംബക്കാരും പണക്കാരുമാ. അത് നടക്കട്ടെ. അവനവന് ചേർന്ന ബന്ധാ നല്ലത്. മേലേടത്ത് അച്ഛനാര് ചേറ്റയാ, മക്കളും അതെ. അഹങ്കാരം. ഇത്തിരി അഹങ്കാരം ഉണ്ടമ്മാമേ. എന്റെ അച്ഛൻ കേസ് നടത്തി തൊലഞ്ഞ കുടുംബമായത്. മരിക്കുമ്പോ പുല്ലും പടയഞ്ചയും കയറിക്കിടന്ന കുറെ ഭൂമിയും മൂക്കോളം കടവും പൊട്ടിപ്പൊളിഞ്ഞ ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തള്ളയും ഞങ്ങൾ 4 മക്കളും ഒരു നേരം നിറച്ചുണ്ണാനില്ലാണ്ട് കഴിഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും രക്തബന്ധുക്കൾ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവിടെ നീ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. എന്റെ ചോര നീരുമായി കാണുന്നതൊക്കെ ആ അഹങ്കാരം ഉണ്ട്, സത്യ.